നമസ്കാരം സുഹൃത്തുക്കളെ. ഈ കാണുന്നതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാട്സപ്പ് നമ്പറിൽ എനിക്ക് സന്ദേശം അയക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ വോയിസ് മെസ്സേജോ ആയിട്ട് എനിക്ക് സന്ദേശം അയക്കുക. ഞാൻ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ബാക്കിയുള്ള വിശദാംശങ്ങൾ ഞാൻ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾക്ക് വായനയിലേക്ക് കടക്കാം. നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കപ്പോൾ വായനയിലേക്ക് കടക്കാം. ഇതിൻ്റെ തലക്കെട്ട് എന്ന് പറയുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുഖം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഐ ലവ് യു എന്ന് 3 പ്രാവശ്യം മന്ത്രിച്ചുകൊണ്ട് ഈ വീഡിയോ കാണുക. ഈ വീഡിയോ വളരെ വിശ്വാസത്തോടു കൂടി വേണം കാണാനായിട്ട്. കാരണം ഇതൊരു ഓട്ടോമാറ്റിക് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ്. വളരെയധികം നിങ്ങളുടെ വ്യക്തിയുമായി തടസ്സങ്ങൾ നിങ്ങൾ ഉണ്ട് എങ്കിൽ ഒന്നിലധികം തവണയായിട്ട് ഈ ഒരു വായന കാണാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും അവിടെ ഒരു മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രണയബന്ധത്തിൽ പലതരത്തിലുള്ള അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് വായനയിലേക്ക് കടക്കാം. നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് വളരെയധികം സെലിബ്രേഷൻ അല്ലെങ്കിൽ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ ഈ വ്യക്തി നന്നായിട്ട് ഡാൻസ് ചെയ്യുകയോ പാട്ട് പാടുകയോ ചെയ്യുന്ന വ്യക്തിയാകാം. അല്ലെങ്കിൽ സംഗീത ഉപകരണങ്ങളോട് ഒരു പ്രത്യേക മതിപ്പും ആരാധനയും സ്നേഹവും ഉള്ളൊരു വ്യക്തിയാകാം. അത്തരം ഒരു ഊർജമാണ് നമ്മൾക്ക് ആദ്യമേ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി വളരെയധികം വിഷമിച്ചിരിക്കാനോ വ്യാകുലപ്പെട്ടിരിക്കാനോ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയല്ല. ഈ വ്യക്തിയുടെ ചുറ്റിനും ഒരുപാട് മനുഷ്യർ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഒറ്റയ്ക്കല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് എന്തെങ്കിലും മനോവിഷമങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ വ്യക്തി മറ്റുള്ളവരായിട്ട് സംസാരിച്ച് അത് പരിഹരിക്കുന്ന ഒരു തലത്തിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ അത് ഈ വ്യക്തിയുടെ മുന്നത്തെ എനർജിയായിട്ട് നമ്മൾക്ക് പറയേണ്ടിയിരിക്കുന്നു. നിങ്ങളുമായി പ്രണയബന്ധത്തിലായി അത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നതോടുകൂടി ഈ വ്യക്തിയുടെ ആ രീതിയെല്ലാം തന്നെ നേരെ തിരിച്ചായ ഒരു രീതിയായിട്ടാണ് കാണിക്കുന്നത്. കാരണം ഇപ്പോൾ ഈ വ്യക്തി മറ്റുള്ള കല്യാണ പാർട്ടികളിലോ അല്ലെങ്കിൽ ആഘോഷങ്ങളിലോ പങ്കെടുക്കാത്ത ഒരു രീതി കാണിക്കുന്നു. ഈ വ്യക്തി ഇപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. വളരെയധികം മുൻകോപമുള്ള മുൻവാശിയുള്ള അത്തരത്തിലുള്ള ഒരു ഊർജമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ വ്യക്തി ഒറ്റയ്ക്കിരിക്കാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതിന് കാരണം നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം തന്നെയാണ്. ഇതിൽ വിള്ളലുകൾ സൃഷ്ടിക്കുന്ന തരത്തിൽ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് പലതരത്തിലുള്ള തെറ്റുകൾ ഉണ്ടായതായിട്ട് കാണുന്നു. അതിന് ഈ വ്യക്തി നിങ്ങളോട് മാപ്പ് പറയാനും തയ്യാറാണ്. പക്ഷേ ഈ വ്യക്തിയുടെ മാനസിക നില ചില സമയത്ത് ഈ വ്യക്തിക്ക് പോലും കൺട്രോൾ ചെയ്തു വെക്കാൻ സാധിക്കുന്നില്ല. അതിനാൽ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അമിതമായ ദേഷ്യമാകാം. ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ ഈ വ്യക്തി സംസാരിക്കുന്നതൊന്നും ഈ വ്യക്തിക്ക് ഓർമ്മയില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ അത് എതിരെ നിൽക്കുന്ന നിങ്ങൾക്ക് അത്രയധികം വേദനിപ്പിക്കുന്ന തരത്തിൽ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള സമീപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സ്വഭാവ രീതികൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായി ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദം അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. അത് ഈ വ്യക്തി മാത്രമല്ല, നിങ്ങളും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഈ വ്യക്തി നല്ല രീതിയിൽ അധ്വാനിക്കുന്ന ഒരു കൂട്ടത്തിലുള്ള പേഴ്സണാണ്. പക്ഷേ ഇപ്പോൾ ഈ വ്യക്തിയുടെ പഠനത്തിലോ അല്ലെങ്കിൽ ജോലിയിലോ ഈ വ്യക്തിയുടെ പാഷനിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം എല്ലാ കാര്യത്തിലും നിങ്ങളോട് പെരുമാറിയതിനെ കുറിച്ചിട്ടുള്ള ആ ഒരു കുറ്റബോധം ഈ വ്യക്തിയുടെ മനസ്സിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് അമിതമായിട്ട് ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ മുഖമാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അകലെ നടന്ന് നീങ്ങിയെന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു.
അല്ലെങ്കിൽ ഈ വ്യക്തി വളരെ പേടിയോടുകൂടി അതിനെ നോക്കിക്കാണുന്നു. പക്ഷേ എങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് പൂർണ്ണ ധൈര്യവും സംഭരിച്ചുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? നിങ്ങളിൽ നിന്നും മോശ അനുഭവം ഉണ്ടാകുമോ? നിങ്ങളിൽ നിന്നും പഴി കേൾക്കേണ്ടി വരുമോ? വീണ്ടും പഴയ കാര്യങ്ങൾ എടുത്തിട്ടുകൊണ്ട് നിങ്ങൾ ഈ വ്യക്തിയെ വീണ്ടും വേദനയിൽ എത്തിക്കുമോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള അമിതമായിട്ടുള്ള ചിന്തകൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നും പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായി ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധവും നല്ല രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും തുല്യത വഹിക്കാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തി പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് സത്യം. ഈ വ്യക്തിയുടെ കൂടെ നിന്നുകൊണ്ട് പല ആളുകളും നിങ്ങളെക്കുറിച്ച് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയോ കുറ്റങ്ങൾ ചുമത്തുകയോ നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ വിള്ളലുകൾ സൃഷ്ടിക്കുകയോ ഉണ്ടായിട്ടുണ്ട്. തീർച്ച. കാരണം ഈ വ്യക്തി ഇപ്പോൾ മറ്റുള്ളവരുമായി തല്ലുപിടിക്കുന്ന തരത്തിലുള്ള ഒരു ഊർജമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങളെ അവിശ്വസിക്കുകയും ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്ന കപട സ്നേഹിതരായ കൂട്ടുകാരെ വിശ്വസിക്കുകയും അവർ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത് നിങ്ങളെ ഈ വ്യക്തിയിൽ നിന്നും അകറ്റിയത് ഈ വ്യക്തി ഓർക്കുന്നു. ഈ വ്യക്തി ചെയ്തു കൂട്ടിയ മണ്ടത്തരങ്ങൾ ഓർത്തുകൊണ്ട് ഈ വ്യക്തി ദുഃഖിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഈ വ്യക്തിയുടെ കൂട്ടുകാരായിക്കോട്ടെ വീട്ടുകാരായിക്കോട്ടെ ഈ വ്യക്തിയെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള ആ ഒരു സത്യത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സത്യമായ ചിന്തയിലേക്ക് ഈ വ്യക്തി വരുന്നു. അപ്പോഴും ഈ വ്യക്തി വിഷമിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. കാരണം നിങ്ങളോട് പെരുമാറിയതിനെക്കുറിച്ചും നിങ്ങളുടെ സ്നേഹം കപടമാണ് എന്ന് ഈ വ്യക്തി നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടാകണം. നിങ്ങളുമായി ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ലോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഓർത്ത് ഈ വ്യക്തിയോട് തന്നെ സ്നേഹം തോന്നുന്ന തരത്തിലുള്ള ദേഷ്യം തോന്നുന്ന തരത്തിലുള്ള ഇതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വ്യക്തി ഇപ്പോൾ ഈ വ്യക്തിയുടെ ചുറ്റിനുമുള്ള കൂട്ടുകാരുമായിട്ടോ വീട്ടുകാരുമായിട്ടോ ഒരുമിച്ച് എവിടെയും പോകാൻ ആഗ്രഹിക്കുന്നില്ല. യാതൊരുവിധ തരത്തിലുള്ള ആഘോഷങ്ങളിലോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണാനോ സംസാരിക്കാനോ മനസ്സ് തുറക്കാനോ ഈ വ്യക്തിക്ക് ഇപ്പോൾ പേടിയാണ്. കാരണം ഈ വ്യക്തിക്ക് ഇത്തരത്തിലുള്ള മോശം പ്രവർത്തികൾ മറ്റുള്ളവരിൽ നിന്നും ലഭിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ. അതിനാൽ ഈ വ്യക്തിക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതായത് ഒരുപാട് വഴികൾ ഉണ്ടായിരുന്നു. വേറെയും ഒരുപാട് പ്രണയ അഭ്യർത്ഥനകൾ ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരുന്നു. അതിൻ്റെയുമൊക്കെ പലതരത്തിലുള്ള അഹങ്കാരവും അഹംഭാവവും ഈ വ്യക്തിക്കുണ്ടായിരുന്നു. ഈ വ്യക്തി മോശമായി തന്നെയാണ് നിങ്ങളോട് പെരുമാറിയിരുന്നത്. നിങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത രീതിയിലാണ് ഈ വ്യക്തി നിങ്ങളോട് പെരുമാറിയിരുന്നത്. പക്ഷേ ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്രത്തോളം മണ്ടത്തരമാണെന്നും തെറ്റായ കാര്യങ്ങളാണെന്നും ഈ വ്യക്തി മനസ്സിലാക്കിയിരുന്നില്ല. കാരണം ഈ വ്യക്തിയെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് മറ്റു പലവരുമായിരുന്നു. പക്ഷേ ഇവിടെ ആരാണ് സത്യം ആരാണ് തെറ്റ് എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ എന്ന് ഈ വ്യക്തി നിരന്തരമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം നമുക്ക് ഡെത്ത് കാർഡാണ് ലഭിച്ചിരിക്കുന്നത്. അത്രയും ഈ വ്യക്തി വിഷമിക്കുന്നുണ്ട്, പശ്ചാത്തപിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങൾ ചിലപ്പോൾ ഡിവോഴ്സ് ചെയ്ത ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഭർത്താവോ ഭാര്യയോ ആയിട്ട് പിരിഞ്ഞു നിൽക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായി നിങ്ങളുടെ മക്കളെ നോക്കി സിംഗിൾ മദർ സിംഗിൾ പാരന്റ് ആ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കാം. എന്തുമാണെങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിന് എത്രത്തോളം പ്രാധാന്യമാണോ നിങ്ങൾ കൊടുക്കുന്നത് അതിനേക്കാൾ ഉപരി പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ വ്യക്തിയെ നിങ്ങൾ ഒരു കൈവെള്ളയിൽ വെച്ചുകൊണ്ടാണ് നോക്കിയിരുന്നത്. ഒരു കുട്ടിയെ പോലെയാണ് നിങ്ങൾ നോക്കിയിരുന്നത്. പല രീതിയിലും നിങ്ങൾ ഈ വ്യക്തിയെ സഹായിച്ചിട്ടുണ്ട്, സാമ്പത്തികപരമായിട്ടും മറ്റു പല രീതികളിലും. പക്ഷെ ഈ വ്യക്തി അത് മനസ്സിലാക്കാതെ മണ്ടത്തരം കാണിച്ചു എന്നുള്ളതാണ് സത്യം. ഇവിടെ നിങ്ങൾ ഈ വ്യക്തിയുമായി ഉള്ള ഒരു ദാമ്പത്യ ജീവിതത്തിന് നല്ല രീതിയിലുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ബോട്ടം ഓഫ് ദ ഡെക്ക് അതിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ വ്യക്തിയുമായിട്ടുള്ള പ്രണയബന്ധം പൂർണ്ണമായിട്ടും നിന്നു പോയിട്ടില്ല. ഈ വ്യക്തി ചില കർമ്മങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു.
ആ കർമ്മത്തിന്റെ ഫലവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള തിരിച്ചറിവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായി ഈ വ്യക്തിയുടെ സ്വഭാവ രീതികളിലൊക്കെ വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും അകന്നു നിൽക്കുന്നുണ്ടെങ്കിൽ ദയവായി അങ്ങനെ തന്നെ മുന്നോട്ട് തുടരാനായിട്ട് ശ്രമിക്കുക. കാരണം ചിലപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയുടെ അടുത്തേക്ക് വീണ്ടും സന്ദേശവുമായി പോയി കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ മനസ്സ് വീണ്ടും മാറാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വ്യക്തി മാറി നിന്ന് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ഓരോ കാര്യങ്ങളെയും വളരെ സൂക്ഷ്മപൂർവം നിരീക്ഷിക്കട്ടെ, മനസ്സിലാക്കട്ടെ. അതാണ് പ്രപഞ്ചശക്തി ഈ വ്യക്തിക്ക് കൊടുത്തിരിക്കുന്ന ഒരു ശിക്ഷയും അതിനോടൊപ്പം തന്നെ ഇതൊരവസരവുമാണ്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഊർജങ്ങൾ. തീർച്ചയായും നിങ്ങളുടെ വ്യക്തിയുടെ സാന്നിധ്യം ഇവിടെ വന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്രണയ സന്ദേശം ലഭിച്ചുവെന്ന് വിശ്വസിക്കുന്നു. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നമ്പർ കൊടുക്കുന്നുണ്ട്. വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ ബാക്കി വിശദാംശങ്ങൾ ഞാൻ അവിടെ അറിയിക്കുന്നതായിരിക്കും. പുതിയൊരു അധ്യായത്തിൽ കണ്ടെത്തുന്നത് വരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.